സോളാർ കേസിൽ നിർണായക ഇടപെടലുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന വിധത്തിലേക്ക് ഈ കേസിനെ മാറ്റിയെടുക്കാൻ, രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞേക്കും. ആ രീതിയിലുള്ള നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. 3 കോൺഗ്രസ് MLA-മാർക്കെതിരെയുള്ള FIR ആണ് ജനപ്രതിനിധികൾക്ക് എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. ഹൈബി ഈഡൻ, AP അനിൽകുമാർ, അടൂർ പ്രകാശ് എന്നിവർക്കെതിരെയാണ് സോളാർ കേസുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ വനിതാ സംരംഭക, അതായത് സോളാർ കേസിലെ ഒരു വനിതാ സംരംഭകയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ്, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തുവെന്നാണ് ഹൈബി ഈഡനെതിരായ കേസ്. ഹൈബി ഈഡനെതിരായ കേസ് ബലാത്സംഗ കേസാണെങ്കിൽ മറ്റ് 2 പേർക്കെതിരെ, അതായത് AP അനിൽകുമാറിനും അടൂർ പ്രകാശിനും എതിരായുള്ള കേസ് സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഒപ്പം തന്നെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം. ഈ 2 കുറ്റങ്ങളാണ് ഈ അനിൽകുമാറിനും ഒപ്പം തന്നെ അടൂർ പ്രകാശിനും എതിരെ ചുമത്തിയിരിക്കുന്നത്. അങ്ങനെ 3 പേർക്കെതിരെയും ലൈംഗിക ആരോപണം അടങ്ങുന്ന കുറ്റപത്രമാണ് ഈ FIR-ൽ ഉള്ളത്. ക്രൈംബ്രാഞ്ച് AG-യോട് നിയമ ഉപദേശം തേടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേർക്കെതിരെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കോടതിയിൽ, അതായത് ജനപ്രതിനിധികൾക്ക് എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതിയിൽ FIR സമർപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ KC വേണുഗോപാലിനും ഉമ്മൻചാണ്ടിക്കും എതിരായ സമാനമായ കേസിൽ കാര്യമായ തെളിവില്ല എന്ന് ഈ കേസിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ 3 പേർക്കെതിരെ കൃത്യമായ തെളിവുണ്ട് എന്നുള്ള നിലപാടിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അറിയേണ്ട ഒരു വസ്തുത, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാനദണ്ഡപ്രകാരം ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെങ്കിൽ അയാൾ സ്വമേധയാ ഇക്കാര്യം പത്രത്തിൽ പരസ്യം ചെയ്യണം. അതായത് എൻ്റെ പേരിലുള്ള കേസുകൾ ഇതാണ് എന്ന അർത്ഥത്തിൽ പരസ്യം ചെയ്യണം. 3 തവണയെങ്കിലും പരസ്യം ചെയ്യണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. അങ്ങനെയെങ്കിൽ ഹൈബി ഈഡനോ അല്ലെങ്കിൽ അടൂർ പ്രകാശോ AP അനിൽകുമാറോ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് സ്വയം പത്രത്തിൽ പരസ്യപ്പെടുത്തേണ്ടി വരും എന്നുള്ളത് അവർക്ക് രാഷ്ട്രീയമായും വ്യക്തിപരമായും ഏൽക്കേണ്ടി വരുന്ന വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ ഇവർ നിൽക്കുന്ന ഈ 3 പേർ ലോക്സഭയിലേക്ക് മത്സരിച്ചാൽ അവർക്കെതിരെ രാഷ്ട്രീയ ആയുധമായി ഈ കേസിനെ ഉപയോഗിക്കാനും എതിരാളികൾക്ക് കഴിയുമെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഏതായാലും വീണ്ടും ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം സോളാർ ഇടപാട് ചർച്ചാ വിഷയമാണ്. സോളാറിലെ ലൈംഗിക വിഷയം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബലാത്സംഗവും ഒപ്പം തന്നെ ലൈംഗിക അതിക്രമങ്ങളും വീണ്ടും ചർച്ചയാവുകയാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യം ഇന്നത്തെ FIR സമർപ്പണത്തിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശോ ഹൈബി ഈഡനോ AP അനിൽകുമാറോ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കി ഈ FIR-നെ മാറ്റിയെടുക്കാൻ എതിരാളികൾക്ക് തീർച്ചയായും കഴിയും. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യവും ഈ FIR-ന് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, സ്വയം ഇവർ പത്രത്തിൽ പരസ്യം ചെയ്യുന്നതോടുകൂടി തങ്ങൾ കുറ്റം സമ്മതിച്ചു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും, തങ്ങൾ പ്രതിയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ ഈ പത്രപരസ്യം ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനും എതിരാളികൾക്ക് കഴിയും എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമായി ശേഷിക്കുന്നു.